മേടിച്ച ചിക്കനിൽ കറി ഉണ്ടാക്കിയതിന് ശേഷം കുറച്ച് ചിക്കൻ ബാക്കിയുണ്ട്. അപ്പൊ ഫ്രൈ പീസ് ഒന്നല്ല, പിള്ളേർക്ക് ഭയങ്കരമായിട്ട് ചിക്കൻ ഫ്രൈ കഴിക്കണം എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ബാക്കിയുള്ള പീസ് എടുത്തിട്ട് ചിക്കൻ ഫ്രൈ ഉണ്ടാക്കാണ് കേട്ടോ. ഇതിനൊന്ന് നമുക്ക് മാരിനേറ്റ് ചെയ്തെടുക്കണം. അപ്പൊ ആദ്യം തന്നെ പിള്ളേരൊക്കെ കഴിക്കുന്ന കാരണം കൊണ്ട് ഞാൻ ഒരു 1/4 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൊടി ഇടുകയാണ്. ആദ്യം 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല, ഒരു 1/4 ടീസ്പൂൺ ഇല്ല ജീരകപ്പൊടി ഇടുകയാണ് കേട്ടോ. സാധാരണ ജീരകല്ലേ അത്, ഒരു 1.5 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, 2 ടീസ്പൂൺ തന്നെ ആയിക്കോട്ടെ, കുഴപ്പമൊന്നുമില്ല. ഉപ്പ് ആവശ്യത്തിന് നോക്കിയിട്ട് ഇടുക. ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലോർ എടുക്കുകയാണ്, 1 ടീസ്പൂൺ നാരങ്ങ നീര്. ഇനി നമ്മളൊരു മുട്ട എടുക്കുന്നുണ്ട്, ഇതൊന്ന് കലക്കി ചേർക്കുക. മുട്ട ഒരിക്കലും നേരിട്ട് അതിലേക്ക് ഒഴിക്കരുത് കേട്ടോ. നമ്മൾ എന്തെങ്കിലും ഉണ്ടാക്കുകയാണെങ്കിൽ അതിലേക്ക് ഒഴിക്കരുത്. ചിലപ്പോൾ മുട്ട കേടാണെങ്കിൽ ഉണ്ടല്ലോ ആ സാധനം മൊത്തം കേടുവരും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടി നമ്മളൊരു പാത്രത്തിൽ എടുത്തിട്ട് ആദ്യം ഒന്ന് ഇളക്കി ചേർക്കുക. മുട്ട അടിയാണ്. ഇനി നമുക്ക് ഇതിനെ നന്നായി മിക്സ് ചെയ്തെടുക്കണം. കൈ വെച്ചിട്ട് ചെയ്യാനായിട്ട് ഞാൻ മിക്സ് ചെയ്ത് നമ്മളൊരു അരമണിക്കൂർ, എത്രയും കൂടുതൽ വെക്കുകയാണെങ്കിൽ അത്രയും നല്ലത് കേട്ടോ. നല്ല മസാല നന്നായി അതിൽ പിടിക്കും. അപ്പോൾ നമുക്ക് ചിക്കൻ ഫ്രൈ ചെയ്യാൻ തുടങ്ങാം. ചിക്കൻ മാരിനേറ്റ് ആയി ഒരു 10-30 മിനിറ്റ് ആയിട്ടുണ്ട്. ഒരുവിധം മസാലയൊക്കെ നന്നായി പിടിച്ചിട്ടുണ്ട്. ഒരു പാനിൽ ഞാൻ കുറച്ച് എണ്ണ എടുത്ത് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അത് ചൂടായി കഴിഞ്ഞാൽ നമ്മൾ ഫ്ലെയിം ലോ മോഡിൽ വെക്കുക. അല്ലെങ്കിൽ എന്താ ഉണ്ടാവുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിക്കൻ കരിയും ചെയ്യുള്ളൂ, വേവില്ല. അപ്പോൾ നമുക്ക് ഓരോ പീസായിട്ട് ഫ്രൈ ചെയ്യാം. അപ്പോൾ ഇതൊരു 1 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മൾ ആദ്യം മറിച്ചിടുമ്പോൾ ഒരു 1 മിനിറ്റ് കഴിഞ്ഞിട്ട് മറിച്ചിടാം, അല്ലെങ്കിൽ ആ മസാലയൊക്കെ ഇളകി പോവും. കണ്ടോ, ഇതാകുമ്പോൾ ഒരു മസാല പിടിച്ചിട്ടുണ്ട്. അപ്പോൾ പിന്നെ മറിച്ചിടുക. പിന്നെ അത് ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിട്ടിട്ട് മുരിച്ചെടുക്കുക. ഇതിൽ നമ്മൾ ഈ മാരിനേറ്റ് ചെയ്യുമ്പോൾ മുളകൊക്കെ ചേർക്കുന്നത് ഓരോരുത്തരുടെ ഇഷ്ടമായിട്ട്. അപ്പോൾ നല്ല ടച്ചിങ്സ് ആയിട്ട് ഉപയോഗിക്കാനാണെങ്കിൽ 1 സ്പൂൺ മുളക് പൊടിക്ക് ഒരു 1.5 സ്പൂണൊക്കെ ഇട്ടാലും കുഴപ്പമൊന്നുമില്ല ഈ ഇറച്ചിക്ക്, ഇത്ര ഈ 400 ഗ്രാം ഇറച്ചിക്ക്. പിന്നെ ഞാൻ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു 10 വെളുത്തുള്ളിയും 1 ഇഞ്ച് നീളത്തിലുള്ള 1 ഇഞ്ച് കഷ്ണം എടുത്തിട്ടാണ് അരച്ചത് കേട്ടോ. ചിക്കൻ പീസസ് ഒരുവിധം മൊരിഞ്ഞുണ്ട്, നല്ല ചുവന്ന കളർ കഴിഞ്ഞിട്ട് കണ്ട. അപ്പോൾ ഇതിനെ നമ്മൾ കോരിയെടുക്കുകയാണ്. എണ്ണ ഒന്ന് ഊറ്റി കളഞ്ഞിട്ട് നമ്മൾ ഒരു ടിഷ്യൂ വെച്ചിട്ടുള്ള ഒരു പാത്രത്തിൽ ഇടുകയാണ് കേട്ടോ. കണ്ടോ, നല്ല കളറൊക്കെ കണ്ടോ, നല്ലൊരു ടെക്സ്ചർ വന്നിട്ടുണ്ട്, ചുവന്ന കളറ്. അപ്പോൾ ഇതുപോലെ നിങ്ങൾ അധികം എരിവില്ല, കാശ്മീരി ചില്ലി പൗഡറായി കാരണം അധികം എരിവ് ഉണ്ടാവില്ല. അപ്പോൾ ഇതുപോലെ ഒന്ന് നിങ്ങൾ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുത്തു നോക്കും. കുട്ടികൾ എന്താ പറയുക, ഒരു കഷ്ണം പോലും ബാക്കിയില്ലാണ്ട് എടുത്ത് വെടിപ്പാക്കി.